ആദ്യം ശാന്തകുമാറിലേക്കാണ്. ശാന്തകുമാർ, എന്തായാലും കടുവ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആശങ്ക ഒഴിയുന്നില്ല. എന്തായാലും കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിൽ നിന്നും പിന്നോട്ടും ഇല്ല എന്നാണ് പറയുന്നത്. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? കടുവ ആക്രമണം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ പരിക്കുകളോടെ ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ ഒരു ആക്ഷൻ പ്ലാനുമായി ഈ ദൗത്യം തുടരാൻ തന്നെയാണ് സംഘത്തിൻ്റെ തീരുമാനം. അതിന് രാവിലെ RRT സംഘങ്ങൾ 80 പേരടങ്ങുന്ന സംഘം വനത്തിലേക്ക് പോയിരുന്നു. 8 ടീമുകളായിട്ടാണ് പോയത്. ആ സംഘങ്ങൾ പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി പുതിയൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കടുവയുടെ ലൊക്കേഷൻ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടർന്നുള്ള അന്വേഷണവും തെരച്ചിലും ആരംഭിക്കുക എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതിനുള്ള ഒരു വിശദമായൊരു യോഗം ചേർന്ന് അതിലേക്ക് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘവും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും പഞ്ചാരക്കൊല്ലി ബേസ് ക്യാമ്പിൽ തന്നെ ഉണ്ട്. അവർ ഉടൻ തന്നെ യോഗം ചേർന്ന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അതിന് യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ കടുവയെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ ശ്രമവും തുടങ്ങും. അതിനൊരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. കാരണം 38ലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി അവ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അവരുടെ ക്യാമറ സംവിധാനത്തിൽ വന്നിരുന്ന കടുവ ഇപ്പോൾ സഞ്ചാരപഥം മാറ്റിയിട്ടുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഒരു ആക്ഷൻ പ്ലാനുമായി ദൗത്യത്തിന് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ശ്രമമായി ഇപ്പോൾ വിദഗ്ധ സംഘം ശ്രമിക്കുന്നത്. സ്വാതി.